നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതും ഒരു ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എഗ് റൈസ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് ചോറ് വേവിച്ചതാണ്. 8 കപ്പോളമുണ്ട്. ഇത് ഉപയോഗിച്ച് 4 മുതൽ 5 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ എഗ് റൈസ് തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് വേവിച്ചത്. വെന്ത് കഴിഞ്ഞപ്പോൾ 8 കപ്പോളമുണ്ട്. ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് റൈസും ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ചോറിനായി വീട്ടിൽ ഉപയോഗിക്കുന്ന പൊന്നിയരിയും അതുപോലെ തന്നെ ബിരിയാണിക്കായി ഉപയോഗിക്കുന്ന കൈമ റൈസുമൊക്കെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു ബൗളിൽ 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റിവെക്കുക. ഇനി എഗ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ 4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 8 എണ്ണം ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, അല്പം കറിവേപ്പില, 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവോള ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നതുവരെ വേണം വഴറ്റിയെടുക്കാൻ. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. സവോള ഇതുപോലെ ഗോൾഡൻ കളറാവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അല്പം വെജിറ്റബിൾസ് ചേർക്കണം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/2 കപ്പ്, ബീൻസ് ചോപ്പ് ചെയ്തത് 1/2 കപ്പ്. ക്യാരറ്റും ബീൻസും കൂടാതെ കോളിഫ്ലവർ, ക്യാപ്സിക്കം, കാബേജ്, ബീറ്റ്റൂട്ട് തുടങ്ങിയ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവുന്നതിനായിട്ട് വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 3-4 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഇനി തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാകും. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 1/2 ടീസ്പൂൺ. പല കറികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗരം മസാല എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായിട്ട് തുടർച്ചയായിട്ട് 10-15 സെക്കൻഡ് നേരം ഇളക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 10-15 സെക്കൻഡ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം 1/4 കപ്പ് ഒഴിക്കുക. അതോടൊപ്പം തന്നെ നാരങ്ങാ നീര് 1/2 ടേബിൾ സ്പൂൺ. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഏകദേശം 1/2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം അല്പം ഒന്ന് വറ്റും. അതുവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം അല്പമൊന്ന് വറ്റി ഈ പരുവത്തിലാകുമ്പോൾ ഇതുപോലെ ഇത് പാനിൻ്റെ വശങ്ങളിലേക്ക് മാറ്റി നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കുക. അതിനുശേഷം ഇതിന് നടുവിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയൊഴിക്കുക. ആദ്യത്തെ 10 സെക്കൻഡ് നേരം ഇളക്കരുത്, അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നീട് ഒരു തവി ഉപയോഗിച്ച് സെൻറ്ററിൽ മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട അല്പം ഒന്ന് വേവുന്നത് വരെ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യരുത്. ഇതുപോലെ അല്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ എല്ലാം ഒരുമിച്ച് ഇളക്കുക. മുട്ട ഏകദേശം 75-80% വെന്താൽ മതി. അതുവരെ തുടർച്ചയായിട്ട് ഇളക്കുക. ഈ പരുവത്തിലാവുമ്പോൾ, അതായത് മുട്ട പൂർണ്ണമായിട്ടും വേവുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് റൈസ് ചേർക്കണം. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. റൈസിൽ ഉപ്പിട്ടല്ല വേവിച്ചതെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത ചോറാണെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. അല്പം മല്ലിയില ചോപ്പ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാ അരിമണിയിലും നല്ലതുപോലെ മസാല പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വേണം മിക്സ് ചെയ്യാൻ. എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കുക. എഗ് റൈസ് നിങ്ങൾക്ക് സാലഡിനും അച്ചാറിനും പപ്പടത്തിനും ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ സാധിക്കുന്ന ഈ എഗ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.